മോർണിംഗ്. റൂമിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങളെല്ലാം വന്നു. ഷിജിലും അർജുനും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവരെത്തി. ഞാൻ ഇവൻ്റൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. റൂമിൽ ഇവർ ഡയറക്റ്റ് വന്നു. റൂം ഫുള്ള് കുറച്ച് അലമ്പായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ നേരെ വന്നു, അൺപാക്ക് ചെയ്ത് ജസ്റ്റ് റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒറ്റൊരു ഉദ്ദേശം. അർജുൻ രാവിലെ ഇരുന്ന് റീലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർജുൻ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി പെട്ടെന്ന് ഇവൻ്റിൻ്റെ സ്ഥലത്തോട്ട് പോകും. ഇവൻ്റ് ഇന്ന് 8 മണിക്കാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഓൾറെഡി 7 ആയി. ഞങ്ങൾ ഒരു 8, 8:30, 9 മണിയാകുമ്പോൾ അവിടെ എത്തും. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കിനി അവിടെ കാണാം. തനീജ എയർ സ്ട്രിപ്പിൻ്റെ പല ഭാഗത്തും പല ഇവൻറ്റ്സും പല കോമ്പറ്റീഷൻസും നടക്കുകയാണ്. ആദ്യമായി നമുക്ക് ഡ്രിഫ്റ്റിംഗ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകാം. ഡ്രിഫ്റ്റ് ചെയ്യാനായി ഇവിടെ അധികം കാറുകളൊന്നുമില്ല. ആകെ 2 കാറുകൾ മാത്രമാണ് ഉള്ളത്. ഒരു E സീരീസ് ബെൻസും പിന്നെ ഒരു 5 സീരീസ് BMW. ബെൻസിൻ്റെ ടീം മുംബൈയിൽ നിന്നാണ്. അവരുടെ പേര് ഡ്രിഫ്റ്റ് ഗസം. പിന്നെ BMWൻ്റെ ടീം ഡൽഹിയിൽ നിന്നുമാണ്. ഓരോ അരമണിക്കൂറും ഇടവിട്ട് ഈ കാറുകൾ തമ്മിൽ മാറി മാറി ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഡ്രിഫ്റ്റിന് ശേഷം അവർ കാർ പിന്നെയും മെയിൻ്റനൻസിനായി അവരുടെ ഗ്യാരേജിലോട്ട് മാറ്റും. ടയറും മറ്റും മാറ്റിയതിന് ശേഷം പിന്നെയും അവർ ഡ്രിഫ്റ്റ് ചെയ്യും. ഇത് ഇവൻ്റ് കഴിയുന്നിടം വരെ ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഇനി കുറച്ച് ഡ്രിഫ്റ്റിൻ്റെ വീഡിയോസ് കാണാം. അടുത്തെടുത്ത് പറയേണ്ടത് ഈ ടീമാണ്. മോൺസ്റ്റർ എനർജി ഡ്രിങ്കിൻ്റെ സ്റ്റണ്ട് ടീം. അപ്പാച്ചിയുടെയും ഹസ്കോർണയുടെയും മോഡിഫൈഡ് ആയിട്ടുള്ള സ്റ്റണ്ട് ബൈക്കുകളാണ് ഇവർ ഉപയോഗിച്ചത്. ഇവർക്ക് സ്റ്റണ്ടേഴ്സും ഷോ ഗേൾസും ടീം മാനേജേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഇവരുടെ ഫുൾ ടീം ഈ ഇസൂസു D-Maxൻ്റെ മുകളിലിരുന്ന് മോൺസ്റ്ററിൻ്റെ എനർജി ഡ്രിങ്ക്സ് ക്രൗഡ്സിൻ്റെ ഇടയിൽ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. റൂമിൻ്റെ ഒരു മേജർ സ്പോൺസറാണ് മോൺസ്റ്റർ എനർജി ഡ്രിങ്ക്. ഈ ഇവൻ്റ് വളരെ എൻ്റർടൈനിങ്ങും അട്രാക്റ്റീവുമായി എനിക്ക് തോന്നി. അവിടുത്തെ കുറച്ച് രംഗങ്ങൾ ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും അതിവിടെ കാണാം. റൂമിൻ്റെ ഒരു മെയിൻ സ്പോൺസറാണ് എയ്ത്തോൺ ഓൾ ടെറൈൻ വെഹിക്കിൾസ്. ഇതൊരു ഇന്ത്യൻ ബേസ്ഡ് ഓൾ ടെറൈൻ ആൻഡ് അഗ്രി വെഹിക്കിൾസിൻ്റെ ഒരു കമ്പനിയാണ്. ഈ വീഡിയോ കാണുന്ന പല വെഹിക്കിൾസും പല മോഡൽസാണ്. കണ്ടാൽ എല്ലാം ഒരുപോലെ ഉണ്ടെങ്കിലും എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ ഏരിയ തന്നെ എയ്ത്തോൺ വെഹിക്കിൾസിന് വേണ്ടി ഇവർ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഹോണ്ട, ഡ്യുക്കാറ്റി, കവാസാക്കി മുതലായ കമ്പനികളുടെ സൂപ്പർ ബൈക്സും സൂപ്പർ സ്പോർട്സ് ബൈക്സും ഒക്കെ നമുക്കിവിടെ കാണാം. 600cc-യുടെയും 1000cc-യുടെയും 1200cc-യുടെയും ബൈക്കുകൾ മാത്രമല്ല, ഈ കുഞ്ഞൻ സൈക്കിൾ ടയറുകളിട്ട ബൈക്കുകളും ഇവിടെ കാണാം. ഈ കുഞ്ഞൻ ബൈക്കുകളുടെ വികാരം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ കാര്യത്തിൽ മോഡിഫൈ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും എനിക്കിതൊക്കെ ഒരു തമാശയായാണ് കണ്ടത്. പല സ്ഥലങ്ങളിലും സ്റ്റൺസും ഡ്രിഫ്റ്റും റേസും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സ്ഥലത്ത് റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
സന്ധ്യയാറായി. പലരും തളർന്നു. തനീജ എയർ സ്ട്രിപ്പിൽ വരാൻ നല്ല പ്രയാസമാണ്. പലരും സ്വന്തം കാറുകളിലും ബൈക്കുകളിലും ഒക്കെയാണ് വന്നത്. തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകൾ അവർ എടുക്കുകയായി. റിസൾട്ട്സ് കണ്ടതുകൊണ്ടാവാം ചിലരുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ ഭാവവും മറ്റു ചിലരുടെ മുഖത്താണെങ്കിൽ ദുഃഖഭാവവുമായിരുന്നു. എന്നാൽ എനിക്ക് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ലൊരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇവിടെ റൂമിൻ്റെ 11ാമത്തെ എഡിഷൻ ഇവൻറ്റ് കഴിയുന്നു. കാറിൻ്റെയും ബൈക്കിൻ്റെയും ലോകം ഒരു മായാജാലം തന്നെയാണ്. ഇനിയും പലതരം കാറുകളും ബൈക്കുകളിലും കാണാൻ കിടക്കുന്നു. കാണുക മാത്രമല്ല, അവയെല്ലാം ഓടിച്ചുകൂടി നോക്കണം. കാറിൻ്റെയും ബൈക്കിൻ്റെയും പുതിയ വേറൊരു ലോകവുമായി ഇനി മറ്റൊരിക്കൽ കാണാം എന്ന് നിങ്ങളുടെയെല്ലാം സ്വന്തം അജാസ്.